Nation. ഇന്നത്തെ എപ്പിസോഡിലെ ഫൈനൽ പെർഫോമൻസ് ആണ്. ഫൈനൽ പെർഫോമൻസ് മലയാളത്തിന് സ്നേഹപൂർവ്വം റൗണ്ടിലാണ്. ഈ റൗണ്ടിൽ പെർഫോം ചെയ്യാൻ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം ശരത്. ശരത് നല്ല സ്മാർട്ട് ആയിട്ടുണ്ട്. സ്പെക്സ് അടിപൊളിയായിട്ടുണ്ട്. ഇന്ന് ഏത് സോങ്ങാ പാടാൻ പോകുന്നത്? ഞാൻ സുജാത എന്ന സിനിമയിലെ രവീന്ദ്രൻ ജെയിൻ സാർ കമ്പോസ് ചെയ്ത് ദാസാർ പാടിയ കാളിദാസന്റെ കാവ്യഭാവനെ. ഓൾഡ് സോങ്. അപ്പോൾ നന്നായിട്ട് പാടാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ്. Let's have a look. കാളിദാസന്റെ കാവ്യഭാവനയെ കാൽച്ചിലമ്പണിയിച്ച സൗന്ദര്യമേ, കാളിദാസന്റെ കാവ്യഭാവനയെ കാൽച്ചിലമ്പണിയിച്ച സൗന്ദര്യമേ, കാളിദാസന്റെ കാവ്യഭാവനയെ. വസന്ത സുഗന്ധത്താൽ അന്തരംഗത്തിൽ മധുമഞ്ജുഷ നൽകും അനുരാഗമേ, എൻ്റെ പ്രഭാതങ്ങൾ കഴകുകൂട്ടി നീ, എൻ്റെ പ്രദോഷങ്ങൾ കിളമക്കൂട്ടി. കാളിദാസന്റെ കാവ്യഭാവനയെ കാൽച്ചിലമ്പണിയിച്ച സൗന്ദര്യമേ, കാളിദാസന്റെ കാവ്യഭാവനയെ. മാളവ കന്യക മോഹഭാവം മാദക നെഞ്ചിൽ ചാർത്തി നീ, കൗമാര മാനസ ദാഹമോടെ സൗഹൃദം ഉർവശി ഏകീ നീ, ആലോലരാഗവർണം പകർന്നു നീ, ആശ്രമതീരത്തെ മിഥുനങ്ങളിൽ എൻ്റെ
വിശുദ്ധമാക്കി നീ എൻ്റെ ഏകാഗ്രത വിശുദ്ധമാക്കി. കാളിദാസൻ്റെ കാവ്യഭാവനയെ കാൽച്ചിലമ്പണിച്ച സൗന്ദര്യമേ കാളിദാസൻ്റെ കാവ്യഭാവനയെ. താങ്ക് യു. ശരത്, യെസ്, വളരെ നന്നായിരുന്നു ശരത്. താങ്ക്സ്. ശരത്തിന്റെ സെമി ഫൈനൽ സ്റ്റേജിലെ എല്ലാ പെർഫോമൻസുകളിലും ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാറുണ്ട്. അത് ഇതിലും കീപ്പ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പം അത് എത്രത്തോളം വിജയകരമായി നമുക്ക് ജഡ്ജസിൻ്റെ അടുത്ത് ചോദിക്കാം. ബി ചേട്ടാ. ശരത്, യെസ് സർ. അസലായിട്ട് പാടി. നല്ല പാട്ട്, ഒരു റെയർ സോങ് ആണ് ഇത്. അധികം മത്സരങ്ങളിലൊന്നും പാടിയിട്ടില്ല. കുറച്ച് ടഫ് സോങ് ആണ്. അതിൻ്റെ താളത്തിൻ്റെ ഘടനയൊക്കെ കുറച്ച് ടഫാണ്. അത് വാക്കുകളൊക്കെ പറയാൻ നല്ലോണം പാടി, നല്ല നീറ്റായിട്ട് പാടി. താങ്ക് യു സർ. ഇത് നമ്മുടെ മലയാളത്തിന് സ്നേഹപൂർവ്വം എന്ന് പറയുന്ന റൗണ്ടിൽ രവീന്ദ്ര ജെയിൻ എന്ന് പറയുന്ന സംഗീത സംവിധായകൻ ചെയ്ത പാട്ടാണ്. അദ്ദേഹത്തെക്കുറിച്ച് കേട്ട് കാണും. കാരണം അദ്ദേഹം ഹിന്ദിയിൽ യേശുദാസ് സാറിനെ കൊണ്ട് പാടിച്ച പാട്ടുകളൊക്കെ ഹിന്ദിയിലെ എക്കാലത്തെയും വലിയ ഹിറ്റുകളാണ്. ചിച്ചോർ എന്ന് പറയുന്ന സിനിമയിലെ ഗോരി തെര ഗാവ് ബഡാ പ്യാര, അതുപോലെ ജബ് ദീപ് ജലയാന, ഇതൊക്കെ അദ്ദേഹം എഴുതി കമ്പോസ് ചെയ്ത പാട്ടുകളാണ്. അദ്ദേഹത്തിൻ്റെ തന്നെയാണ് രചനയും കോമ്പോസിഷനും. അദ്ദേഹം ഒരു ബ്ലൈൻഡായിരുന്നു. അദ്ദേഹം അന്ധനായിട്ടുള്ളൊരു മ്യൂസീഷ്യനാണ്. അപ്പോൾ ഞാനൊരു ലേഖനത്തിൽ പണ്ട് വായിച്ചിട്ടുണ്ട്, കാഴ്ച കിട്ടിയാൽ ഏറ്റവും ആദ്യം കാണേണ്ട കാഴ്ച എന്തായിരിക്കുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു യേശുദാസിനെ എന്ന് പറഞ്ഞു. അത് ഈ ഒരു മനോഹരമായിട്ടുള്ള ശബ്ദം എവിടെ നിന്നാണ് വരുന്നതെന്ന് അദ്ദേഹം അറിയാനാണ് ആഗ്രഹം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മാജിക്കലാണ്. മാജിക്കൽ എന്ന് പറഞ്ഞാൽ ലോട്ട് ഓഫ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഒരുപാട് സംഗീതമുള്ള ഘടനയാണ് അദ്ദേഹത്തിൻ്റെ മ്യൂസിക്. കാരണം ഗോരി തെര ഗാവ്, അതും ജബ് ദീപ് ജലേ, അതൊക്കെ സംഗീതത്തിൻ്റെ ഒരു ഒഴുക്കാണ്. ഒരു പുഴ പോലെ ഒഴുകുന്ന പാട്ടുകളാണ് അതൊക്കെ. അതുപോലെ തന്നെയാണ് ഇതിലെ പാട്ടും. അതുപോലെ താലിപ്പൂ പീലിപ്പൂ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മറ്റൊരു താലിപ്പൂ പീലിപ്പൂ താഴമ്പൂ ചൂടി വരും തളിരിളം, നല്ല പാട്ടുകളാണ് അദ്ദേഹത്തിൻ്റെ. അത് നല്ലോണം പാടി മോനെ കേട്ടോ. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഭാവം കൊണ്ടുവരും. ഇതൊരു ഘടനയുടെ ഒരു ചെറിയ ഡിഫിക്കൽട്ടി കാരണം പാട്ടിൽ ഒരു ഈസിനെസ് കൊണ്ടുവന്നാലേ അതൊരു സുഖം ഉണ്ടാവുള്ളൂ. അത് കുറച്ചും കൂടി ആവാമെന്ന് തോന്നി. അക്കംപനിമെൻറ്റ്സ് സെക്കൻഡ് ബി ജിയിൽ കാണിച്ച ഒരു താളത്തിൻ്റെ ഒരു മാജിക് കൊള്ളാം. ഈ പാട്ടിന് ഒരുപാട് ചേരുന്നൊരു നല്ല ഇംപ്രവൈസേഷനാണ്. നന്നായി കേട്ടോ. എന്തായാലും ടോട്ടലി നന്നായിരുന്നു കേട്ടോ. ചില ഇംപെർഫെക്ഷൻസേ ഉള്ളൂ. അതിപ്പോൾ ഓരോന്നായിട്ട് ചൂണ്ടിക്കാണിക്കേണ്ട കാര്യമില്ല. ഗുഡ്, ഓക്കെ. താങ്ക് യു സർ. ശരത്, യെസ്. പെട്ടെന്നാണോ കാഴ്ച പ്രശ്നമായത്? അല്ല അല്ല, കോട്ടം തട്ടി കാഴ്ചക്ക്. അങ്ങനെ ഉണ്ടെങ്കിൽ കണ്ണാടി മാറ്റരുത്, സ്ഥിരമായിട്ട് ഉപയോഗിക്കണം കേട്ടോ. ആ, നല്ലതാ അത്. പിന്നെ മോനെ, നല്ലൊരു പാട്ട്. എന്ത് രസമുണ്ട് ജുബയൊക്കെ ഇട്ടിരിക്കുന്നതാണ്. ആരെങ്കിലും പറഞ്ഞോ നല്ല ഭംഗിയുണ്ടെന്ന്? ഇവിടെ രാകേഷ് ഏട്ടൻ ഒരു കമന്റ് അടിച്ചു, പൃഥ്വിരാജിനെ പോലെ ഉണ്ട് കാണാൻ. അത് ഞാൻ ആദ്യമേ വന്നപ്പോൾ പറഞ്ഞല്ലേ. ആദ്യമേ ഞാൻ വന്നപ്പോഴേ അങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നി, ഞാൻ പറയുകയും ചെയ്താ. അങ്ങനെ ഒത്തിരി പേര് പറയും അല്ലേ, ഈ 15 വയസ്സിൽ ഇങ്ങനെയാണെങ്കിൽ അപ്പോൾ ഒരു 25 വയസ്സൊക്കെ ആകുമ്പോൾ എന്തായിരിക്കും ഗ്ലാമർ. ഇത് ഞാനും ബിഷേടൻ പറഞ്ഞ പോലെ ഇദ്ദേഹം രവീന്ദ്ര ജെയിൻ എന്ന് പറഞ്ഞ് ഇദ്ദേഹം പറഞ്ഞേക്കുന്ന ഈ വാക്കുകൾ ഭയങ്കര പ്രശസ്തമാണ്. അപ്പം നമ്മുടെ മനസ്സിൽ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത്, മലയാളി അല്ലാത്ത ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന ഒരു സംഗീത സംവിധായകൻ നമ്മുടെ മലയാളിയായ, നമ്മുടെ സ്വകാര്യ അഹങ്കാരമായ ദാസാറിനെ പറ്റി ഇത് പറഞ്ഞപ്പോൾ ശരിക്കും നമുക്കൊരു സന്തോഷം തന്നെ. നമ്മളതിൽ ശരിക്കും അഭിമാനിക്കുന്നു. കാഴ്ച കിട്ടിയാൽ ആദ്യം കാണണമെന്ന് പറയുന്ന ദാസാറിനാന്ന് പറയാം. അതിൽ കൂടുതൽ വലിയൊരു കമൻറ്റ് ശരിക്കും ഒരു അദ്ദേഹത്തിന് വലിയൊരു കോംപ്ലിമെൻറ്റ് തന്നെയാണ്. അത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. പാട്ട് ഞാനും ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു പാട്ടാണ്. എനിക്ക് മനസ്സിലായി ഒത്തിരി താളത്തിൽ കുറച്ച് മോന് പാടാൻ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നു എന്ന് തോന്നുന്നു ഇടയ്ക്കിടയ്ക്കൊക്കെ അല്ലേ. പ്രത്യേകിച്ച് കാൽച്ചിലം പണിയിച്ച അല്ലേ, അത് അങ്ങനെ തന്നെയാണല്ലേ ആ പാട്ടിൻ്റെ? അതെ അതെ, അത് അങ്ങനെ ഒരു ചെറിയൊരു കൺഫ്യൂസിങ് ഇതാണ്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ അദ്ദേഹം എഴുതിയ പാട്ടാണ്. അതൊരു ഘടന അങ്ങനെയാണ്. അതാണ് അങ്ങനെ ഒരു എല്ലാം കൊണ്ട് താളത്തിന് തീർപ്പ് വരുമ്പോൾ മാത്രം കറക്റ്റ് ആകുന്ന ഒരു ഘടനയാണത്. നല്ലൊരു ഗാനം നന്നായിട്ട് തന്നെ കേൾപ്പിക്കാനും കേൾക്കാത്തവർക്ക് കേൾക്കാനും ഒരു അവസരം ഉണ്ടാക്കി തന്നതിന് ഒത്തിരി സന്തോഷം. ശരത്, സുജാത എന്ന സിനിമയ്ക്ക് വേണ്ടി നമുക്ക് അന്യനാട്ടുകാരനായ
രവീന്ദ്ര ജെയിൻ അദ്ദേഹം നമുക്ക് സമ്മാനിച്ച മനോഹരമായൊരു ഗാനം മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ അവരുടെ വരികൾ. ഓഫ് കോഴ്സ് ദാസേട്ടൻ പാടിയ പാട്ടാണ്. കമ്പോസർ രവീന്ദ്ര ജെയിൻ ആണെങ്കിൽ പാടിയത് ദാസേട്ടനായിരിക്കും. ദാറ്റ് ഇസ് ക്വൈറ്റ് അണ്ടർസ്റ്റുഡ് അല്ലേ വിചേട്ടാ? അത്രയുമാണ് അവർ തമ്മിലുള്ളൊരു ഇൻറ്റിമസി. അത്രയും നല്ല ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ശരത് അസലായിട്ട് തന്നെ പാടി മോനെ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല സ്റ്റേജ് പ്രസൻസ് ഫസ്റ്റ് ഓഫ് ഓൾ, വെരി ആപ്റ്റ് കോസ്റ്റ്യൂം ഫോർ ദ സോങ് ഓൾസോ, അതും പറയാതിരിക്കാൻ വയ്യ. ശരത്തിൻ്റെ എപ്പോഴും ഏറ്റവും വലിയ കോംപ്ലിമെൻ്റ് ഒരു കാര്യം പ്രോപ്പർലി ഡ്രസ്ഡ് ആണ്. ആ പാട്ടിന് എന്ത് കോസ്റ്റ്യൂം വേണോ അതിട്ട് വരുന്നൊരു ഗായകനാണ്. ദാറ്റ്സ് എ ബിഗ് തിങ് റിഗാർഡിങ് നമ്മുടെ ഒരു പ്രൊഫഷണൽ ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ അതൊരു വലിയ ഘടകമാണ്. ഹൗ യു ആർ ഡ്രസ്ഡ്, ഹൗ യു ആർ പ്രസൻറ്റഡ് വെൽ ഓൺ സ്റ്റേജ് അല്ലേ? ഇന്നത്തെ പാട്ടിൽ മെയിൻ സജഷൻ തന്നെയാണ് പ്രണയവികാരം കുറച്ചുകൂടി ആ ഫീൽ കൊണ്ടുവരാമായിരുന്നു എന്ന് തോന്നിയെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഫ്ലോസ് ഉണ്ടായിരുന്നത് അഴക് കൂട്ടിനി ഇളമ കൂട്ടിനി, ആ ഒരു ബ്രേക്കും അത് കഴിഞ്ഞിട്ടുള്ള റെൻഡറിങ്, അതാണ് ചെറിയൊരു ക്ലാരിറ്റി കുറവ് തോന്നിയത്. അത് മാറ്റി നിർത്തിയാൽ തീർച്ചയായിട്ടും നല്ല ഒരു സിംഗിങ് തന്നെയായിരുന്നു. ആൻഡ് താങ്ക് യു അഗെയിൻ റാൽഫൻ ആൻഡ് രാജേഷ് ഭയ്യ. ഗ്രേറ്റ് ആസ് ഓൾവേസ്. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു അനുപേട്ടാ. ശരത്, അപ്പോൾ ഇനി നമുക്ക് മാർക്സ് അറിയാം. ബിജേട്ടാ ഓൺ 30 ശരത്തിന് എത്ര മാർക്കാണ്? 27.75 on 30. താങ്ക് യു സാർ. Expression 2.5 on 3. താങ്ക് യു ബിജേട്ടാ. റീം ചേച്ചി? 28. താങ്ക് യു ചേച്ചി. ഫീലിന് 2.5. താങ്ക് യു റീം ചേച്ചി. അനുപേട്ട? ശരത് 27.75 out of 30. താങ്ക് യു സാർ. Style, attitude and performance was very good. 4 on 4. താങ്ക് യു അനുപേട്ട. ശരത്, യുവർ ടോട്ടൽ സ്കോർ ഈസ് 92.5 out of 100. ശരത്, കുഴപ്പമില്ലാത്ത സ്കോർ ആണല്ലോ അല്ലേ? അപ്പോൾ ഇനി അടുത്ത പെർഫോമൻസിൽ കാണാം. ഓൾ ദ ബെസ്റ്റ്. വാശിയേറിയ മത്സരങ്ങളും ഒന്നിനൊന്നും മികച്ച പ്രകടനങ്ങളുമായി നമ്മുടെ കണ്ടസ്റ്റൻസ് ഇവിടെ കോമ്പറ്റ് ചെയ്യുകയാണ് സെമി ഫൈനൽ റൗണ്ടിൽ. ഇനിയും സെമി ഫൈനൽസിലെ ഒരുപാട് നല്ല നല്ല പെർഫോമൻസുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. അതിനായി അടുത്ത എപ്പിസോഡ് വരെ കാത്തിരിക്കണം. ഇപ്പോൾ എനിക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായി ഞാനൊരു കാര്യം സൂചിപ്പിക്കുന്നു. നമ്മുടെ മെയിൻ സ്പോൺസേഴ്സ് ആണ് ITL വേൾഡ് ട്രാവൽ മാനേജ്മെൻറ്റ് കമ്പനി. നിങ്ങളുടെ ട്രാവൽ നീഡ്സിന് എപ്പോഴും നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാം ITL വേൾഡ് ട്രാവൽ മാനേജ്മെൻറ്റ് കമ്പനി. ബൈ സേയിങ് ദാറ്റ്, ദിസ് ഇസ് മീ മേഘ്ന ഓവറിംഗ് ഔട്ട് ഫ്രം യുവർ ഫേവറേറ്റ് ഷോ ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2. ഗുഡ് നൈറ്റ്.